ഞായർ പകൽക്കാലം സഭയായി ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ കൂട്ടിവരുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, അങ്ങയുടെ വിശ്വസ്തതയോർത്ത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാവിലെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാപക്കടങ്ങളെ ക്ഷമിച്ച് ഞങ്ങളെ മക്കളാക്കി തീർത്തതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ദേശം കടന്നു വരുവാനുള്ള സ്വാതന്ത്ര്യം ക്രിസ്തുവിലൂടെ ഒരുക്കിയതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പ്രാഗൽഭ്യം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കൃപ പ്രാപിപ്പാൻ, കരുണ പ്രാപിപ്പാൻ, കൃപാസനത്തിലേക്ക് കടന്നു വരുവാൻ പുത്രത്വം എന്ന പദവി നൽകി തന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ശബ്ദം കേട്ടവരായി, ബലം പ്രാപിച്ചവരായി, പ്രത്യാശ വർദ്ധിച്ചവരായി തിരുസന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. ശുശ്രൂഷകളെ ആദ്യോടെ ഞങ്ങളുടെ ആത്മാവ് തന്നെ നിയന്ത്രിക്കണമേ. ഇവിടെ ആയിരിക്കുന്നവരെയും സൂമിലായിരിക്കുന്നവരെയും വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവരെയും കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആമേൻ അവരെ പൊതിയുമാറാകണമേ. കർത്താവിൻ്റെ കൃപ ഞങ്ങൾ അനുഭവിക്കട്ടെ. എല്ലാ ശുശ്രൂഷകളെയും തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം മാത്രം ഇവിടെ ഉയർന്നിരിക്കട്ടെ. പരിശുദ്ധനെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആരാധനയായി ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങ് പരിശുദ്ധനെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, സന്നിധി ബോധത്തോടെ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ പുത്രനെ ഞങ്ങളോട് മഹത്വപ്പെടുത്തണം. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് ഇന്ന് രാവിലെയും ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂട്ടിവരുത്തിയതോർത്ത് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസനും നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ഞായർ പകൽക്കാലം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തിയ ശേഷം ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തോത്രം. 150 സങ്കീർത്തനം നമുക്ക് ചേർന്ന് വായിക്കാം. 150 സങ്കീർത്തനം, Psalm number 150. Let's read it together. Psalm number 150, 150 സങ്കീർത്തനം നമുക്ക് വായിക്കാം. യഹോവയെ സ്തുതിക്കുവീൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കുവീൻ. അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കുവീൻ. അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിക്കുവീൻ. അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിക്കുവീൻ. വീണയോടും കിന്നരത്തോടും കൂടി അവനെ സ്തുതിക്കുവീൻ. തപ്പിനോടും നൃത്തത്തോടും കൂടി അവനെ സ്തുതിക്കുവീൻ. തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടി അവനെ സ്തുതിക്കുവീൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടുകൂടി അവനെ സ്തുതിക്കുവീൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടുകൂടി അവനെ സ്തുതിക്കുവീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിക്കുവീൻ. ഹല്ലേലൂയ. യാതൊരു എക്സ്പ്ലനേഷനും കൂടാതെ എന്തുകൊണ്ട് ആരൊക്കെ ദൈവത്തെ സ്തുതിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നാം ആയിരിക്കുന്നത് ആരുടെ സന്നിധിയിലാണെന്ന് ഓർത്ത് ഇന്ന് രാവിലെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നാം പാട്ടുകൾ പാടുമ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കർത്താവിനോട് സംസാരിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ പറയുന്നത് ദൈവത്തെ സ്തുതിക്കുവീൻ. എവിടെ സ്തുതിക്കണം? അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കണം. രണ്ട് നിലയിൽ അത് അർത്ഥമാക്കാം. പഴയ നിയമകാലത്താണെങ്കിൽ ഒരു മന്ദിരത്തിൽ ചെന്നിട്ട് വേണം ദൈവത്തെ സ്തുതിക്കുവാൻ. എന്നാൽ പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് നമ്മുടെ ശരീരം തന്നെ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇവിടുന്നാണ് സ്തുതി ഉയരേണ്ടത്. മാത്രമല്ല, നമ്മൾ കൂടി വരുമ്പോഴും നമ്മുടെ പർപ്പസ് ഒന്ന് മാത്രമാണ്, ദൈവത്തെ സ്തുതിക്കുക. അന്യോന്യം കാണുന്നതിനോ കുശല പ്രശ്നം അന്വേഷിക്കുന്നതിനോ അല്ല നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് കാണുവാനുള്ളത് കർത്താവിടെ ഉള്ളത് കൊണ്ടാണ് നാം വന്നത്. ഇന്ന് രാവിലെയും അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് കർത്താവിൻ്റെ മുഖശോഭ കണ്ട് അവനെ നമുക്ക് സ്തുതിപ്പാൻ, അവൻ ആരായിരിക്കുന്നു എന്ന് അറിഞ്ഞ് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്തിനൊക്കെയാ കർത്താവിനെ നമ്മൾ സ്തുതിക്കേണ്ടത്? 2, വീര്യപ്രവൃത്തികൾ നിമിത്തം, അവൻ്റെ മഹിമയുടെ ആധിക്യം നിമിത്തം അവനെ സ്തുതിക്കണം. എന്താ അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വീര്യപ്രവൃത്തി? നാട്ടിൽ നിന്ന് ഇവിടെ വരാൻ പറ്റിയതാണോ? അതാണോ വീര്യപ്രവൃത്തി? അതെല്ലാവരും വരുന്നുണ്ട്, കള്ളവണ്ടി കയറി വരുന്നുണ്ട്, അല്ലാതെയും വരുന്നുണ്ട്. ഇപ്പം ഇവിടെ വന്നതല്ല വീര്യപ്രവൃത്തി. എവിടെയായിരുന്നാലും സത്യദൈവത്തെ അറിയുവാൻ കഴിഞ്ഞതാണ് വീര്യപ്രവൃത്തി. പാപത്തിന്റെ ചേറ്റിലായിരുന്നു നമ്മെ മക്കളാക്കി തീർത്തതാണ് വീര്യപ്രവൃത്തി. ഇന്ന് രാവിലെ അതോർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? അവൻ നമ്മുടെ പാപത്തിന്റെ കടം കൊടുത്തു വീട്ടതോർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? അവന്റെ മക്കളാക്കി തീർത്തത് അവനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. അനർഹതയുടെ നടുവിലായിരുന്ന നമ്മെ, പാപത്തിന്റെ ചേറ്റിലും ശാപത്തിലുമായിരുന്ന നമ്മെ തന്റെ മക്കളാക്കി തീർത്തതോർത്ത്, നിത്യജീവന്റെ പദവി നമുക്ക് നൽകിയതോർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്തം
അവനെ സ്തുതിക്കുവാൻ. 2, അവന്റെ മഹിമയുടെ ആധിക്യം നിമിത്തം അവൻ ആരായിരിക്കുമെന്ന് അറിഞ്ഞ്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ നാം കേൾക്കുന്ന വചനം അവനെ കുറിച്ചാണ്. അവൻ ആരാണെന്നാണ് നാം കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ ആരാണെന്ന് അറിഞ്ഞ് അവന് കൊടുക്കുന്ന മഹത്വമാണ് ആരാധന. ഇന്ന് രാവിലെ അവൻ ആരാണെന്ന് അറിഞ്ഞ് അവന്റെ മുമ്പിൽ നമുക്ക് വീഴാം, അവനെ നമുക്ക് നമസ്കരിക്കാം. കണ്ണുകൾ അടച്ച് ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി പാടുന്ന പാട്ടുകളെ അർത്ഥം മനസ്സിലാക്കി കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ വന്ദനം 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 യേശുവര, നിനക്കെന്നും വന്ദനം യേശുവര. ഇന്ന് നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഒരു പഴയ ഗാനം കർത്താവിന്റെ സന്നിധിയിൽ ആത്മാർത്ഥതയോട് ഹൃദയത്തിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കി പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. വന്ദനം യേശുവര. ഹല്ലേലൂയ. വന്ദനമേശുപര, നിനക്കെന്നും വന്ദനമേശുപര. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനമേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. ഇന്നു നിൻ സന്നിധിയിൽ അടിയർക്കു വന്നു ചേരുവതിനായി. ഇന്നു നിൻ സന്നിധിയിൽ അടിയർക്കു വന്നു ചേരുവതിനായി. തന്നതിനുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. തന്നതിനുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. നിന്ദുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയായി. നിന്ദുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയായി. നിന്നടിയാർ പിതാവിൻ സന്നിധം വന്നിടാമേ സദതം. നിന്നടിയാർ. ഹല്ലേലൂയ. Praise you, Lord. ഓ ഇത്ര മഹത്വമുള്ള പദവി. ഹല്ലേലൂയ. Praise you, Lord. ഓ ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴും കരുളാൻ പാത്രത ഏതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമാണോ. പാത്രത ഏതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമാണോ. വാനദൂതഗണങ്ങൾ മനോഹര. Praise you, Lord. We thank you, Lord. We worship you. വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സദതം പൂരമെന്റെ കൂടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വാനവനെ നിനക്ക് പൂരമെന്നെ കൂടെ. സ്തുതിക്കുന്ന വാനവനെ. ഹല്ലേലൂയ. മന്നേരിൽ മന്നവൻ നീ, മനുകുലത്തിനു രക്ഷകരൻ നീ. മന്നേരിൽ. ഓ we praise you, Lord. സകലനാമത്തിനു മേലായ നാമമുള്ളവനെ ഞങ്ങളെ സ്തുതിക്കുന്നു. രക്ഷകരൻ നീ. വിണ്ണും പ്രഭാ തേജസ്സുള്ളവനെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നീ
We praise you, Lord. We praise you, Lord. നിന്നും പ്രഭാവമുള്ളവൻ, നിന്നും പ്രഭാവമുള്ളവൻ, ഹല്ലേലൂയ, തേജസ്സുള്ളവൻ, പരിശുദ്ധനായവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. We praise you, Lord. We praise you, Lord. ഇത്ര മഹത്വമുള്ള പദവി ഈ പുഴുക്കൾ കാണുവാൻ പാത്രത ഏതുമില്ല. അത് തന്റെ കൃപ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. We praise you, we praise you, we praise you. Hallelujah. പാടും ഞാൻ പരമേശ്വരനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയവൻ. പാടും ഞാൻ പരമേശ്വരനു സതതം. ഹല്ലേലൂയ. ഒരു മിനിറ്റ്. ഞാൻ മുമ്പേ പറഞ്ഞ യാദൃച്ഛികമല്ല. ഇത് ഓരോ വരികളും അർത്ഥമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. അതേസമയം തന്നെ ദൈവത്തിൻ്റെ ആ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഉള്ളിൽ നിന്ന് ആരാധിപ്പാൻ കഴിയുള്ളൂ. നമ്മൾ എന്തെങ്കിലും നമ്മുടെ സ്വയമായി ആർജിച്ചു എന്ന് നമുക്ക് തോന്നിയാൽ ആരാധന അവിടെ സ്റ്റോപ്പായി പോകും. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്നും ഇന്നായിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയാണെന്നും നാം ഇവിടെ കടന്നു വന്നത് ദൈവത്തെ സ്തുതിക്കാനാണെന്നും ഉള്ള ബോധ്യത്തോടെ ഒരിക്കൽ കൂടെ ഹൃദയത്തെ ഏകാഗ്രമാക്കി ഈ ഗാനം പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. പാടും ഞാൻ പരമേശ്വരനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയവൻ. പാടും ഞാൻ പരമേശ്വരനു സതതം. ഓ പാടും ഞാൻ പരമേശ്വരനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയവൻ. പാടും ഞാൻ പരമേശ്വരനു സതതം. അത്രയുമല്ല ശിവനൊക്കെയും ലഭിച്ചിടുവാനാത്തി കൊണ്ടു കാത്തിരും കാലമതിക്കൽ. അത്രയുമല്ല ശിവനൊക്കെയും ലഭിച്ചിടുവാനാത്തി കൊണ്ടു കാത്തിരും കാലമതിക്കൽ. ആർത്തിയെ തീർത്തവരെ ഞാൻ ആഘോഷിച്ചിടുവാൻ, ആർത്തിയെ തീർത്തവരെ ഞാൻ ആഘോഷിച്ചിടുവാൻ. ആർത്തി അറിഞ്ഞവൻ പാടും ഞാൻ പരമേശ്വരനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയവൻ. പാടും ഞാൻ പരമേശ്വരനു സതതം. പാനം ചെയ്വൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപനൽ പ്രീതിയായവൻ. പാനം ചെയ്വൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്നാനമേൽപ്പാൻ പ്രീതിയായവൻ. മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ. മഹത്വമായി ജീവിച്ചിട മഹിമയിലായാലെ. പാടും ഞാൻ പരമേശ്വരനു സതതം, എന്റെ പാപമെല്ലാം. ഹല്ലേലൂയ. പാടും ഞാൻ പരമേശ്വരനു സതതം. ആർക്കുമേവൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാണ്. ആർത്തിവൻ മുൻപാർത്തിയോടെ കാത്തിരുന്നു ഞാൻ. ആർക്കുമേവൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാവൻ. ആർത്തിവൻ മുൻപാർത്തിയോടെ കാത്തിരുന്നു ഞാൻ. പാർത്തവേനൻ ദുരിതങ്ങൾ ഓർത്തവേനൻ പ്രാർത്ഥനകൾ. പാർത്തവേനൻ ദുരിതങ്ങൾ ഓർത്തവേനൻ പ്രാർത്ഥനകൾ. തീർത്തവേനൻ ദുരിതങ്ങൾ ഭക്തത്തിനാവിയാലെ. പാടും ഞാൻ. ഹല്ലേലൂയ. ഓ എന്റെ പാപമെല്ലാം പോക്കിയവൻ. പാടും ഞാൻ പരമേശ്വരനു സതതം. ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാനുള്ള രക്ഷ ദൂതനെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൂതർക്കും കൂടാവകാശം
ഭാരമായിട്ടവരെന്നെ ചേർത്തിടും പണിയറി പാട്ടുപാടും കൂട്ടരുമായി കോടി കോടി യുഗം വാഴപ്പാടും ഞാൻ പരമേശ്വരു സദനം എന്റെ പാപമെല്ലാം മുങ്ങിയനാൽ പാടും ഞാൻ പരമേശ്വരു സദനം എന്റെ പാപമെല്ലാം മുങ്ങിയനാൽ പാടും ഞാൻ പരമേശ്വരു സദനം എന്റെ പാപമെല്ലാം ഹല്ലേലൂയ മക്കളാക്കി തീർത്തവൻ കർത്താവിനെ പാടി സ്തുതിച്ചാടുന്ന രാവിലെ ദൈവത്തിന്റെ മഹത്വം എത്തിക്കാൻ ഹല്ലേലൂയ ഹല്ലേലൂയ പാപം പോക്കിയതിനാൽ ശാപം മാറ്റിയതിനാൽ സ്വതന്ത്രമാക്കിയതിനാൽ ഹല്ലേലൂയ 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 we praise you Lord we worship you hallelujah you are the only Lord you are the only savior അങ്ങ് മാത്രം കർത്താവ് അങ്ങ് മാത്രം രക്ഷകൻ hallelujah 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 we praise you 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 ഞങ്ങളുടെ പാപമെല്ലാം പോക്കിയതിനാൽ ഞങ്ങളെ ശാപത്തിൽ നിന്ന് വിടുവിച്ചതിനാൽ ഞങ്ങളെ സ്വതന്ത്രമാക്കിയതിനാൽ ഞങ്ങളെ നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ഇനി മടങ്ങി വരുന്നതിനാൽ ഞങ്ങളെ നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു ഹല്ലേലൂയ 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 Thank you Lord 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 worship you Lord worship you Lord worship you Lord worship you Lord Hallelujah we praise you praise you praise you Hallelujah we praise you Lord തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ പ്രിയ ജോർജ് ബ്രദർ പ്രാർത്ഥിക്കുന്നതായിരിക്കും സ്തോത്രം Thank you Lord hallelujah Thank you Lord Yes Lord yes Lord yes Lord yes Lord yes സമർപ്പിക്കുന്നു സ്തോത്രം സ്തോത്രം അനുഗ്രഹിക്കണമേ Yes Lord ആമേൻ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടതിനായി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ ഹല്ലേലൂയ എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാം ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും പ്രത്യേകിച്ച് സൂമിലായിരിക്കുന്ന ദൈവദാസന്മാർക്കും പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് വന്ദനത്തെ പറയുന്നു കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ Now is the time for the children to come forward and say their memory verses. With a grateful heart,
4 through 5. But God, who is rich in mercy, because of his great love with which he loved us, even when we were dead in our trespasses, made us alive with Christ. By grace you have been saved. Psalms 90 verses 2. You have before the mountains you have brought to forever. You have formed the earth and the world. Even from everlasting to everlasting, you are a God. Revelations 4, verse 11. You are worthy, O Lord, to receive glory and honor and power, for you have created all things, and by your will they exist and were created. Ephesians 2 verse 4 and 5. But God, who is rich in mercy, because of his great love with which he loved us, because even when we were dead in trespasses, made us alive together with Christ. By grace we have been saved. I will praise the Lord at all times. I will constantly speak his praises. 1 Corinthians 15, verse 57 and 58. But thanks be to God, he gives us the victory through our Lord Jesus Christ. Therefore, my dear brothers and sisters, stand firm, let nothing move you. Always give yourselves fully to the work of the Lord, because you know that your labor in the Lord is not in vain. Then he said to them all, anyone who desires to come after me, let him deny himself and take up his cross daily and to follow me. Luke 9, verse 23. 1 Corinthians 15 verses 57, 58. But thanks be to God, he gives us the victory through our Lord and Savior, Jesus Christ. Therefore, dear brothers and sisters, stand firm, let nothing move you. Always give yourselves fully to the work of the Lord, because you know that your labor in the Lord is not in vain. Second Corinthians chapter 5, verse 17. Therefore, if anyone is in Christ, the old man is passed away. Behold, the new creature is born. John 3:16, 17. For God so loved the world, he gave his one and only Son, so that whoever believes in him may not perish but have eternal life. For he did not come into this world to condemn the world, but that the world through him might be saved. This is the day the Lord has made. I will rejoice and be glad. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ തലമുറ മധ്യത്തിൽ കർത്താവിൻ്റെ ഹിതം നിവർത്തിക്കുന്നവരായി, കർത്താവിന് പ്രസാദമുള്ളവരായി, ദൈവനാമത്തിനും ദൈവരാജ്യത്തിനും അനുഗ്രഹമുള്ളവരായി, മാതാപിതാക്കൾക്ക് അനുഗ്രഹമുള്ളവരായി, എല്ലാറ്റിലുപരിയായി കർത്താവിൻ്റെ സാക്ഷികളായി കർത്താവ് നിർത്തേണ്ടതിന് ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ വക്രതയുള്ള തലമുറയുടെ മധ്യത്തിൽ കർത്താവ് അവരെ നിർത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ ഇമേജിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് അപ്രകാരം അവരുടെ ജീവിതത്തിൽ നടക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സാമചാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാമത്തിന് മഹത്വത്തിനായവരെ നിർത്തണമേ. രാജ്യത്തിൻ്റെ കെട്ടുമണിക്കായവരെ നിർത്തണം. യെസ് ലോർഡ്. യെസ് ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. യെസ് ലോർഡ്. ആമേൻ. സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും ഒരിക്കൽ കൂടെ വന്ദനത്തെ പറയുന്നു. പ്രത്യേകിച്ച്
കർത്താവിൻ്റെ ദാസി നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. പാപ്പച്ചൻ പാസ്റ്ററും കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ തിരുവെഴുത്തിന് മുമ്പ് ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയമായി ഇടപെടണമേ. തിരുവെഴുത്തുകളെ പൊരുൾ തിരിച്ചു തരണമേ. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ കൈക്കൊള്ളുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന് അത് ധൈര്യത്തിനും ബലത്തിനും അങ്ങയോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതിനും നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഞങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. നാം സ്ഥിരമായി അനേക വിഷയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇടുന്നെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവസഭയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് കർത്താവ് തക്ക സമയത്ത് മറുപടികൾ തന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്. ഈ വീക്ക് ലോങ്ങുള്ള പ്രാർത്ഥനകളിൽ അനേക വിഷയങ്ങൾ നാം ഇടുവെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതൊരു ജൽപ്പനമല്ല, കർത്താവിനെ നാം ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്. കർത്താവ് തീർച്ചയായിട്ടും പ്രവർത്തിക്കും. സമയം എന്നുള്ളതൊരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ. അല്ലാത്തപ്പം മിക്കവാറും സമയം പോകുന്നില്ല എന്നൊരു വിചാരം. പക്ഷേ ദൈവസന്നിധിയിൽ വരുമ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല. അതുകൊണ്ട് ഒരുപാട് ടൈം കൺസ്ട്രെയിൻസ് എൻ്റെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവവചനത്തിലൂടെ സംസാരിച്ച ആ ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. പുതിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ കവനൻറ്റിൻ്റെ സന്ദേശമാണ് സുവിശേഷം. ആ സുവിശേഷം എന്ന അത്യന്ത ശക്തി പകർന്നിരിക്കുന്നത് ഈ ബലഹീനമായ മൺപാത്രങ്ങളിലാണ്. അതെന്തുകൊണ്ട് ദൈവശക്തി എന്ന് പറയുന്നു സുവിശേഷം? കാരണം അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. അതായത് ആത്മാവിൽ മരിച്ചവനായിരുന്ന ഒരു വ്യക്തിയെ ജീവിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ സുവിശേഷം. അത് പൂർണ്ണതോതിൽ ഡീറ്റെയിൽ ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതൊരു സത്യമാണ്. ആ വിഷയം ഒന്ന് റീക്യാപ്പ് ചെയ്ത ശേഷം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി കൊരിന്ത്യർക്കുള്ള 2 ലേഖനം 3:18 നാം എടുക്കുന്നത്. ആ വാക്യവും ഞാൻ വായിക്കാം. എന്നാൽ 2 Corinthians chapter 3 verse 18. 2 Corinthians chapter 3 verse 18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. But we all with unveiled face, beholding as in a mirror the glory of the Lord, are being transformed into the same image from glory to glory, just as from the Lord the Spirit. ഈ അനുഗ്രഹപ്പെട്ട ദൈവവചന ഭാഗങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ സുവിശേഷത്തിൻ്റെ ശക്തി എന്നുള്ളതാണ്. ആ ശക്തിയിലൂടെ ദൈവം എപ്രകാരമാണ് നമ്മെ രൂപാന്തരപ്പെടുത്തിയത്. 5 കാര്യങ്ങളാണ് നാം പെട്ടെന്ന് ചിന്തിച്ചത്. 1, കർത്താവിൽ അല്ലാത്ത ഒരു മനുഷ്യൻ്റെ നികൃഷ്ടമായ അവസ്ഥ. 2, കർത്താവിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. ആ ബ്രദർ പുതുതായിട്ട് വന്നാണ് ടോമിൻ്റെ പുറകിൽ. എങ്ങനെ പേരെങ്ങനെ? ഫെനൽ ഫ്രെഡറിക്. ഓക്കെ, വെൽക്കം. നാട്ടിൽ നിന്ന് വന്നാണോ അതോ ഇവിടെ വേറെ ഒരു? ഓക്കെ. 2ാമത്തെ പോയിൻ്റ്, കർത്താവിലായിരിക്കുന്ന ഒരു ദൈവവേദലിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. 3ാമത്തേത് ദ ട്രാൻസ്ഫോർമേഷൻ പവർ ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ പരിവർത്തന ശക്തി. 4ാമത് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിച്ചു പക്ഷേ ഓടിച്ച് പറഞ്ഞു പോയതാണ് ട്രിബുലേഷൻ ഇൻ ദ ഗോസ്പൽ. സുവിശേഷം എന്ന് പറയുന്നത് പട്ടുമെത്തയുടെ അനുഭവമല്ല, അതിൽ ഒരു കഷ്ടതയുണ്ട്. എന്നാൽ 5ാമത്തെ അവസാനമായി നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ 5ാമത്തെ ഭാഗം എന്ന് പറയുന്നതാണ് ഹോപ്പ് ഇൻ ദ ഗോസ്പൽ. സുവിശേഷം ഒരു പ്രത്യാശ നമുക്ക് നൽകി തരുന്നുണ്ട്. So the power which is mentioned in the 7th verse of chapter 4 is about the power of the gospel. സുവിശേഷത്തിൻ്റെ ശക്തി അത് മഹത്തരമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ 3-4 അധ്യായങ്ങൾ പ്ലീസ് 5 മിനിറ്റ് പോലും എടുക്കത്തില്ല, വായിക്കണം. അത് ഇപ്പോൾ വായിക്കണ്ട, വായിക്കണം. ഇപ്പോൾ എല്ലാവരും അങ്ങോട്ട്
3ഉം 4ഉം അധ്യായങ്ങളിൽ പഴയ ഉടമ്പടിയുടെ അർത്ഥമില്ലായ്മ, ദ ഇൻഎഫക്റ്റീവ്നെസ് ഓഫ് ദ ഓൾഡ് കവനൻറ്റ്, പുതിയ ഉടമ്പടിയുടെ സ്ഥിരതയും അതിൻ്റെ ശക്തിയും, അതാണ് പറയുന്നത്. ഈ പഴയ ഉടമ്പടിയെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്, പഴയ കവനൻറ്റ്, ഓൾഡ് കവനൻറ്റ്, അത് അക്ഷരത്തിൻ്റെ ഉടമ്പടിയാണ്. കവനൻറ്റ് ഓഫ് ദ ലെറർ, അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ്. മിനിസ്ട്രി ഓഫ് ദ ലെറർ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എങ്ങനെയാണ് അക്ഷരം കൊല്ലുന്നത്? പ്രമാണം ആണ് ഈ അക്ഷരം എന്നോട് പറഞ്ഞിരിക്കുന്നത്. പ്രമാണപ്രകാരം ഒരുവനും കർത്താവിൻ്റെ സന്നിധിയിൽ നീതിമാനല്ല. പ്രമാണം വിധിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ശിക്ഷാവിധിയായ മരണമാണ്. അപ്രകാരം നീതിമാന്മാരല്ലാത്ത മനുഷ്യർ എല്ലാം ദൈവസന്നിധിയിൽ മരണശിക്ഷയ്ക്ക് യോഗ്യരാണ്. അങ്ങനെ അക്ഷരം കൊല്ലുന്നു. എന്നാൽ അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ, അത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. പഴയ നിയമത്തെ അല്ലെങ്കിൽ പഴയ കവനന്റിൻ്റെ ശുശ്രൂഷയുടെ മറ്റൊരു പേരാണ് മരണ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് ഡെത്ത്. എന്ത് നല്ല ശുശ്രൂഷയല്ലേ മരണ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് ഡെത്ത്. അത് 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 3-ാം അധ്യായത്തിൻ്റെ, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന, ഏതായി കല്ലിൽ അക്ഷരമായി കൊത്തിയെന്ന് പറഞ്ഞത്? കൽപ്പനകൾ ദൈവം കൊടുത്തപ്പോൾ അത് കല്ലിൽ കൊത്തിയാണ് കൊടുത്തത്. ഈ കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് ഡെത്ത് എന്നാണ് അവർ പറയുന്നത്. പുതിയ ഉടമ്പടി അത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ആത്മാവ് ജീവിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. മരിച്ച അവസ്ഥയിൽ, ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന അവസ്ഥയിൽ, ദൈവവുമായി യാതൊരു കൂട്ടായ്മയില്ലാതിരുന്ന അവസ്ഥയിൽ നമ്മെ ജീവിപ്പിച്ചത് സുവിശേഷത്തിൻ്റെ ശക്തിയാകുന്ന ആത്മാവാണ്. ഈ രണ്ട് ശുശ്രൂഷയുടെ വ്യത്യാസം പൗലോസ് പറയുമ്പോൾ, മോശ മുഖാന്തരം അക്ഷരത്തിൻ്റെ ശുശ്രൂഷ ദൈവം നൽകിയപ്പോൾ ദൈവ തേജസ്സിൻ്റെ പ്രകാശനം മോശയുടെ മുഖത്തും കണ്ടു. ശരിയല്ലേ? നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം നാം വായിക്കുമ്പോൾ, അല്ലെ ആ ഭാഗം വായിക്കുമ്പോൾ, മോശ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം, ആ ത്വക്ക് പ്രകാശിക്കുന്നതായി കണ്ടു. ചോദിക്കാം, ഇത് മോശയുടെ പ്രകാശമാണോ? It is not Moses' glory. ഇന്ന് അങ്ങനെ എങ്ങാണ് സംഭവിച്ച ആ വ്യക്തിയെ പിടിച്ച് ദൈവമാക്കും. It is not Moses' glory. It is the glory of the God, glory of the Lord. അത് ദൈവത്തിൻ്റെ മഹത്വമാണ്. And also that carries a sign. അതൊരു അടയാളം കൂടിയായിരുന്നു. എന്തടയാളം? ആ തേജസ് മോശയുടെ ത്വക്കിൽ എന്നും പ്രകാശിച്ചില്ല. അതൊരു certain ടൈമിലേക്ക് മാത്രമേ ഉള്ളൂ. In other words, it is a fading glory. അത് താൽക്കാലികമായി മാഞ്ഞു പോകുന്ന ഒരു തേജസ്സായിരുന്നു. അത് കാണിക്കുന്നത് എന്താണെന്ന് അറിയട്ടെ? അത് ദൈവം അവരെ കാണിച്ചത്, അതിൻ്റെ അർത്ഥം that the old covenant will be removed. പഴയ ഉടമ്പടി അത് നീക്കം വരാനുള്ളതാണ്. അത് മങ്ങുന്ന തേജസ്സാണ്. തേജസ്സോടുകൂടിയാണ് കൊടുത്തത്. കാരണം കൊടുത്തവൻ്റെ തേജസ്സാണ്. കാരണം കൊടുത്തവൻ പരിശുദ്ധനാണ്. ആ കൊടുത്ത പ്രമാണവും പരിശുദ്ധമാണ്. പക്ഷെ മനുഷ്യൻ പാപിയായതുകൊണ്ടും മനുഷ്യൻ പാപപ്രകൃതത്തിലായതുകൊണ്ടും ഒരിക്കലും അവൻ്റെ ശക്തിയിൽ ഈ പരിശുദ്ധമായ പ്രമാണത്തെ പൂർത്തീകരിപ്പാൻ കഴിയില്ല എന്ന് തെളിയിക്കാനാണ് ദൈവപ്രമാണം കൊടുത്തത്. അതുകൊണ്ട് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല, പ്രമാണത്താൽ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമത്രേ വരുന്നത്. പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വരുമ്പോൾ എന്തു പറ്റും? ദൈവം ആഗ്രഹിക്കുന്നത് റോമർ 7-ൽ വരണമെന്ന. എന്താണ് റോമർ 7-ൽ എഴുതിയിരിക്കുന്നത്? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അതാണ് കർത്താവിൻ്റെ ലക്ഷ്യം.
പക്ഷേ ആ ഓൾഡ് കവനന്റ് തന്നെ എടുക്കുകയാണെങ്കിൽ അത് മഹത്വത്തോടു കൂടി മോശയിലൂടെ ജനത്തിന് കൊടുത്തെങ്കിലും ഇറ്റ് ക്യാരിഡ് എ മെസ്സേജ് ദാറ്റ് ദിസ് കവനന്റ് വിൽ ബി റിമൂവ്ഡ്. ഈ കവനന്റ്, ഈ ഉടമ്പടി അത് മാറ്റം വരാനുള്ളതാണ്. പൗലോസ് ചോദിക്കുന്നുണ്ടാണ് 3-ാം അധ്യായത്തിൽ. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ 3-ാം അധ്യായം വായിക്കണം, 4-ാം അധ്യായം വായിക്കണം. പൗലോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതാണ് നാം ആയിരിക്കുന്ന ആത്മീയ അവസ്ഥയുടെ മഹത്വം. പൗലോസ് ചോദിക്കുന്നത്, പഴയ ഉടമ്പടി കൊടുത്തപ്പോൾ തേജസ്സോട് കൂടിയാണ് കൊടുത്തത്, എന്നാൽ ആ ഉടമ്പടി നിലനിൽക്കുന്നതായിരുന്നില്ല. അപ്പോൾ നീക്കം വരാനുള്ള ടെമ്പറലായ ഒരു ഉടമ്പടി കൊടുത്തപ്പോൾ തേജസ്സോടുകൂടെ കൊടുത്തെങ്കിൽ, നിലനിൽക്കുന്ന പുതിയ നിയമ ഉടമ്പടി കൊടുത്തപ്പോൾ എത്രയധികം തേജസ് ആയിരിക്കുമെന്ന് പൗലോസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നാം കമ്പാരിറ്റീവ്ലി വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഏത് നിലയിൽ? ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നാം പലപ്പോഴും വിചാരിക്കുന്നത് ഈ ഭൂമിയിലെ എന്തെല്ലാം ടെമ്പറൽ ആയിട്ടുള്ള കാര്യമാണെന്നാ. അല്ല, അതെല്ലാവർക്കും ഉണ്ട്. എന്നാൽ അനുഗ്രഹം യഥാർത്ഥത്തിൽ എഫേസ്യർ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ രക്ഷിതാവായ യേശുവിൻ്റെ പിതാവിന് മഹത്വം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം അധികം തേജസ്സോടുകൂടി നമുക്ക് തന്ന ഈ പുതിയ ഉടമ്പടി. പൗലോസ് ചോദിക്കുന്നത്, മനസ്സിലാക്കുവാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നോ ദ ഗ്രേറ്റ്നെസ് ഓഫ് ദിസ് ന്യൂ കവനന്റ്. ഈ പുതിയ ഉടമ്പടിയുടെ മഹത്വം നാം മനസ്സിലാക്കണം. ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് കൊടുക്കുവാനും ദൈവസന്നിധിയിൽ ആരാധനയായി നമ്മെ തന്നെ അർപ്പിക്കുവാനും കഴിയേണ്ടതിന് ഒരേ ഒരു ചിന്തയുള്ളൂ. നാം ആയിരിക്കുന്ന അവസ്ഥ ഓർത്താൽ മതി. നാം എവിടെയായിരുന്നു? ഓർക്കുക, പഴയ ഉടമ്പടിയുടെ കീഴിലായിരുന്നുവെങ്കിൽ അതൊരു മരണ ശുശ്രൂഷയാണ്. അത് നമ്മെ വിധിക്കുന്നതാണ്. ഒരിക്കലും ദൈവസനയിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുകയില്ല. ഒരിക്കലും നാം ദൈവസനയിൽ നീതിമാന്മാരാകുകയില്ല. അത് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പാപമാണ്. എന്നാൽ പുതിയ ഉടമ്പടി തന്നതിലൂടെ നമ്മൾ ആത്മാവിന് ജീവൻ നൽകി മക്കളെന്ന പദവിയോടുകൂടെ ദൈവസനയിൽ കടന്നു വരാനുള്ള ഭാഗ്യം തന്നതാണ് ഈ പുതിയ ഉടമ്പടിയുടെ ഗ്രേറ്റ്നെസ്. എന്താ പ്രിയമുള്ളവരെ സുവിശേഷം? ഗോസ്പൽ ഈസ് അബൌട്ട് ക്രൈസ്റ്റ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചോദിച്ചപ്പം എനിക്ക് തോന്നുന്നു ഷൈനി സിസ്റ്റർ അത് പറഞ്ഞു, ഇറ്റ്സ് അബൌട്ട് ക്രൈസ്റ്റ്. അത്രയ്ക്ക് സിമ്പിളാണ്. ഗോസ്പൽ ഈസ് അബൌട്ട് ക്രൈസ്റ്റ്. അവൻ എന്ത് ചെയ്തു? അവൻ്റെ പ്രായശ്ചിത്ത പരിപൂർണമായ അനുസരണ ജീവിതം, അവൻ്റെ കുരിശിലെ പാപപരിഹാര മരണം, മരിച്ചവരിൽ നിന്ന് അവൻ്റെ ഉയർപ്പ്, സ്വർഗാരോഹണം, സഭയുടെ മേൽ അവൻ്റെ വാഗ്ദത്ത പ്രകാരമുള്ള പരിശുദ്ധാത്മാവിനെ അവൻ അയച്ചത്, ഇതെല്ലാം സുവിശേഷത്തിനകത്ത് വരും. When you explain this, the spirit that is in the gospel, it will transform a person. സുവിശേഷത്തിനകത്തെ ദൈവശക്തി അത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം എവിടെയായിരിക്കുന്നുവെന്ന് നോക്കിയാൽ മതി. പഴയ പ്രമാണത്തിൻ്റെ പ്രത്യേകത അത് മിനിസ്ട്രി ഓഫ് ദ ലെറ്ററാണ്. അത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ്. പുതിയ നിയമത്തിൽ അത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും എഴുതിയിട്ടുണ്ട്. അക്ഷരം കൊല്ലുന്നു, പഴയ നിയമ ശുശ്രൂഷ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആത്മാവോ ജീവിപ്പിക്കുന്നു. പഴയ ഉടമ്പടി തേജസ്സോടുകൂടിയാണ് കൊടുത്തതെങ്കിൽ പുതിയ ഉടമ്പടി അതിമഹത്തായ തേജസ്സോടുകൂടിയാണ് തന്നിരിക്കുന്നത്. പഴയ ഉടമ്പടി ശിക്ഷാവിധിയുടെ മരണ ശുശ്രൂഷയായിരുന്നെങ്കിൽ പുതിയ ഉടമ്പടി ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. പഴയ ഉടമ്പടി ശിക്ഷാവിധിയുടെ ശുശ്രൂഷയായിരുന്നെങ്കിൽ പുതിയ ഉടമ്പടി നീതിയുടെ ശുശ്രൂഷയാണ്. പഴയ ഉടമ്പടി നീക്കം വരുന്നതാണെങ്കിൽ പുതിയ ഉടമ്പടി നിലനിൽക്കുന്ന ഉടമ്പടിയാണ്. പഴയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ഒരു മനുഷ്യനായ മോശയായിരുന്നെങ്കിൽ പുതിയ നിയമ
ഉടമ്പടിയുടെ മധ്യസ്ഥൻ ദൈവം തന്നെയാണ്, അവൻ്റെ പുത്രനായ യേശുവാണ്. ഈ പുതിയ ഉടമ്പടിയുടെ മെസ്സേജാണ് പ്രിയമുള്ളവരെ സുവിശേഷം എന്ന് പറയുന്നത്. അവിടെ റോമാലേഖനം 1:16 പറഞ്ഞിരിക്കുന്നത് ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തി എന്ന് പറയുമ്പോൾ രക്ഷയുടെ ഇനിഷ്യൽ സ്റ്റേജായ നീതീകരണം മാത്രമല്ല അത് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായി രക്ഷ നാം കരഗതമാക്കും വരെയും നമ്മെ നടത്തുന്നതാണ് സുവിശേഷത്തിൻ്റെ മെസ്സേജ്. അതുകൊണ്ടാണ് പറയുന്നത് സുവിശേഷം കറക്റ്റായാൽ ജീവിതം കറക്റ്റാവും. സുവിശേഷം കറക്റ്റായാൽ ജീവിതം കറക്റ്റാവും. കാരണം സുവിശേഷം എന്ന് പറയുന്നതിനകത്ത് കർത്താവ് എന്ത് ചെയ്തു, അവൻ എന്ത് ചെയ്യുന്നു, അവൻ എന്ത് ചെയ്യും, ഇതെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഴയ പ്രമാണത്തിൽ നിന്നും പുതിയ പ്രമാണത്തിലേക്ക് നമുക്ക് രൂപാന്തരീകരണം വന്നു. പൗലോസ് പിന്നീട് പറയുന്നത് ഇസ്രായേൽ ഈ സന്ദേശം കേട്ടപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? മോശയുടെ മുഖത്ത് മൂടുപട ഇട്ട പോലാണ് അവരുടെ മുഖം. ഇപ്പോഴും പഴയ നിയമം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപട ഇന്നോളം അവർ ഹൃദയങ്ങൾ കിടക്കുക. അതുകൊണ്ട് അവർക്ക് എന്ത് മനസ്സിലാകുന്നില്ല? ക്രിസ്തുവിലേക്ക് അവർ തിരിഞ്ഞിട്ടില്ല. അവരിപ്പോഴും എവിടെ നിൽക്കുന്നേ? പഴയ കവനന്റിലത്. ഈ മൂടുപടം റെഫർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഓൾഡ് കവനന്റ്. ആമേൻ. മൂടുപടം പ്രതിദാനം ചെയ്യുന്നത് മാറിപ്പോകുന്ന തേജസ്സിനെയാണ്, പഴയ ഉടമ്പടിയെയാണ്, ശിക്ഷാവിധിയുടെ പ്രമാണത്തെയാണ്, കൊല്ലുന്ന പ്രമാണത്തെയാണ്, മരണ ശുശ്രൂഷയാണ്, അക്ഷരത്തിൻ്റെ പ്രമാണത്തെയാണ്. 17-ാം വാക്യത്തിലേക്ക് പറയുമ്പോൾ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോവും. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പ്രിയമുള്ളവരെ? അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, എന്നാൽ അത് പ്രധാനമുള്ള അർത്ഥമാണ്. മൂടുപടം പ്രമാണത്തെ കാണിക്കുന്നെന്ന് ഞാൻ പറഞ്ഞു. കർത്താവിങ്കിലേക്ക് തിരിയുന്നതിലൂടെ പ്രമാണവും പ്രമാണത്തിൻ്റെ ശാപവും പ്രമാണത്തിൻ്റെ മരണത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം വന്നു. കാരണം കർത്താവ് ആത്മാവാകുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. സ്വാതന്ത്ര്യം വരുത്തിയ പ്രമാണമാണ് നമ്മുടെ പ്രമാണം. എന്തിൽ നിന്നൊക്കെ? പ്രമാണത്തിൽ നിന്നും, പ്രമാണത്തിൻ്റെ ശിക്ഷാവിധിയായ മരണത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, ലോകത്തിൽ നിന്നും, സ്വയത്തിൽ നിന്നും സ്വാതന്ത്ര്യം വരുത്തിയ പ്രമാണമാണ് പുതിയ നിയമ പ്രമാണം. ആ പ്രമാണമാണ് നമ്മുടെ മേലുള്ളതെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? സ്വാതന്ത്ര്യമുണ്ടെന്ന് ഉറപ്പുണ്ടോ? ക്രിസ്തുവിലാണെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടോ? എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയ ഏക സന്ദേശം പുതിയ നിയമത്തിന്റെ സന്ദേശമാണ് സുവിശേഷം. വേറൊരു സന്ദേശമില്ല. എന്നാൽ ഈ സന്ദേശത്തിനകത്ത് കലർപ്പുണ്ടാക്കിയാൽ, ഇതിനോട് എന്തെങ്കിലും ആഡ് ചെയ്താൽ ആ സന്ദേശം പൂർണ്ണമല്ലാതെ വരിക. അതാണ് ഗലാത്യ ലേഖനം 1:8 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ ഇറങ്ങി വന്ന് വേറൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഓക്കെ ആയി, പോയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് മാത്രമാണ് മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള ദൈവശക്തി. ഇതിൽ കലർപ്പുണ്ടാക്കുവാൻ ആരെയും ദൈവം അനുവദിക്കുന്നില്ല. കാരണം ഇത് മാത്രമാണ് രക്ഷയ്ക്കുള്ള ദൈവശക്തി. അപ്പോൾ കർത്താവിലേക്ക് തിരിഞ്ഞു. പിന്നെന്ത് സംഭവിച്ചു? മൂടുപടം മാറി. ഇനിയാണ് 4:1 വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഈ മഹത്വമുള്ള പുതിയ നിയമ ഉടമ്പടിയുടെ സന്ദേശമായ സുവിശേഷം ഞങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങളുടെ ക്വാളിറ്റി കാരണമല്ല, അവൻ്റെ കരുണപ്രകാരമാണ്. അതാണ് 4:1 പറയുന്നത്. അവിടെയൊക്കെ എനിക്ക് നിൽക്കണമെന്നുണ്ട്, പക്ഷേ 18-ാം വാക്യമാണ്, 3:18 നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം.
രക്ഷിക്കപ്പെട്ട സമയത്ത്, അല്ലാതെ കർത്താവിലേക്ക് തിരിഞ്ഞ സമയത്ത് നമ്മെ കർത്താവ് അങ്ങ് വിളിച്ചായിരുന്നെങ്കിൽ കാര്യങ്ങൾ അങ്ങ് എളുപ്പമായി. പക്ഷെ അങ്ങനെയല്ല കർത്താവ് ചെയ്തത്. കർത്താവ് അതിന് പകരം എന്താ നമുക്ക് ചെയ്തത്? എന്താ നമ്മോട് പറഞ്ഞത്? അതാണ് ഈ 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹി ഗേവ് us a ഡ്യൂട്ടി. നമുക്കൊരു ഉദ്യോഗം തന്നു, ഒരു ഉത്തരവാദിത്വം തന്നു. Then he gave us a helper, ഒരു സഹായിയെ തന്നു. And also he gave us a promise, ഒരു വാഗ്ദത്തം തന്നു. ഒരു ഉത്തരവാദിത്വം തന്നു. 2, ഒരു സഹായത്വം, ഒരു വ്യക്തിത്വം. 3, ഒരു വാഗ്ദത്തം തന്നു. അതാണ് കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ അല്പസമയം ചിന്തിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് അവർ ഡ്യൂട്ടി? നാം ഇപ്പോൾ കർത്താവിലേക്ക് തിരിഞ്ഞല്ലേ, പ്രമാണം മാറി. സുവിശേഷം കേട്ടപ്പോൾ അതിൻ്റെ ശക്തി നമ്മെ രൂപാന്തരപ്പെടുത്തി. നാം ഇപ്പോൾ കർത്താവിലേക്ക് തിരിഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ ആരാ ഉള്ളത്? കർത്താവുള്ളത്. എന്താ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയട്ടെ? അവിടെ എഴുതിയിട്ടുണ്ട്, തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ, behold the image of Christ as in a mirror. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവേദനിലും, irrespective of their color, status or any other human qualifications, they have a responsibility, a duty to fulfill. എന്താ ഡ്യൂട്ടി? ആ ഡ്യൂട്ടി അവരുടെ പ്രോമിസിനോട് റിലേറ്റഡാണ്. എന്താ അവരുടെ പ്രോമിസ്? 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രോമിസ് 18-ാം വാക്യത്തിൽ, തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ചവരായി അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതാ പ്രോമിസ്, അല്ല വേറൊരു പ്രോമിസും ഇല്ല. അതിനോട് അനുബന്ധിച്ചുള്ള അറ്റാച്ച്മെന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ നമുക്കൊരു നിക്ഷേപം ഉണ്ടെന്ന് ഒക്കെ പറയുന്നുണ്ട്. ബട്ട് ഇതാണ് പ്രധാനം. ഏതാ? തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ചവരായി അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുന്നു. അതുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ ഉദ്യോഗം, നമ്മുടെ ഉത്തരവാദിത്വം. The duty is directly related to the promise that has been given at the time of our transformation. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. മുന്നറിഞ്ഞവരെ, തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചവരാണ് നാം എല്ലാവരും. ഇതാ നമ്മുടെ അൾട്ടിമേറ്റ് പ്രോമിസ്. പക്ഷേ ആ ഉത്തരവാദിത്വം എന്താണെന്ന് നോക്കിക്കേ. അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിലേക്ക് തിരിഞ്ഞപ്പോൾ മൂടുപടം നീങ്ങിപ്പോയി. ഇപ്പോൾ കർത്താവാണ് ഫോക്കസ്. നേരത്തെ എന്തായിരുന്നു ഫോക്കസ്? എക്സാക്ട്ലി, പ്രമാണം. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ പ്രമാണം ആർക്കാ കൊടുത്തേ? യഹൂദനാ കൊടുത്തേ? അപ്പോൾ നമുക്കൊന്നുമില്ലായിരുന്നു. അത് വചനം പറയുന്ന റോമാലേഖനം 2:14-15 പറഞ്ഞിരിക്കുന്നത്, പ്രമാണമില്ലാത്ത ജാതികളെന്ന. God didn't give any law to the Gentiles. He gave his holy law to the Jews. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15. ഓക്കെ. God is a righteous God. പ്രമാണമില്ലെന്ന് പറഞ്ഞ് ഊരാൻ പറ്റത്തില്ല ദൈവത്തിന് മുമ്പിൽ. ദൈവം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, he chose a particular group of people for his own. അതാണ് Jews. പക്ഷെങ്കിൽ ജാതികൾക്കും ദൈവം പ്രമാണം കൊടുക്കാതിരുന്നില്ല. ഈ യഹൂദന് കൊടുത്ത പ്രമാണത്തിന്റെ പ്രവൃത്തികൾ ജാതികളുടെ ഹൃദയങ്ങൾ
എഴുതപ്പെട്ടിട്ടുണ്ട്. So no one can escape God's righteousness, God's wrath. എഴുതപ്പെട്ട പ്രമാണം നമുക്ക് ഇല്ലാതിരുന്നിട്ടും കൂടെ ദൈവത്തിൻ്റെ പ്രമാണം പ്രവൃത്തികളാൽ ഹൃദയങ്ങൾ എഴുതിയിരിക്കുന്നു. ദാറ്റ്സ് എ ലോ ഓഫ് കോൺഷ്യൻസ്, മനസാക്ഷിയുടെ പ്രമാണം. അപ്പം ഈ മനസാക്ഷിയുടെ പ്രമാണമാണെങ്കിലും എഴുതപ്പെട്ട പ്രമാണമാണെങ്കിലും അതിന് നമ്മൾ ആരായിരുന്നു? അടിമകളായിരുന്നു. ബിക്കോസ് വി cannot fulfill it because of our sin nature. And condemned before God. ദൈവത്തിന് മുമ്പിൽ എന്തായിരുന്നു? ശിക്ഷാവിധി യോഗ്യരായിരുന്നു. പക്ഷെ കർത്താവിലേക്ക് തിരിഞ്ഞപ്പോൾ we see Christ now. ക്രിസ്തുവിനെ നാം കാണുന്നത്. 17-ാം വാക്യത്തിൽ പറയുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. 3:17. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവിനോടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഞാനൊരു എക്സ്പ്രഷൻ മുമ്പേ പറഞ്ഞുപോയി. The same Yahweh of the Old Testament is the same Lord who is saving people in the new covenant. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ കർത്താവ് മോശയോട് പറഞ്ഞു, I am who I am. ഞാനാകുന്നവൻ ഞാനാകുന്നു. The same Lord ഈ ഭൂമിയിലേക്ക് വന്നിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുക, I am the door. ഞാനാകുന്നു വാതിൽ, ഞാനാണ് നല്ല ഇടയൻ. The same Lord. So this same Lord is saving people in the new covenant through the agency of the Holy Spirit. കർത്താവ് ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ the same God is the minister of the old covenant and the new covenant. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ദാതാവ് ദൈവം തന്നെയാണ്. ത്രിയേക ദൈവം, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ, എന്നും ഒരുമിച്ച് സ്ഥിതനായിരിക്കുന്നത്. ശുശ്രൂഷകൾ വ്യത്യസ്തരാണെങ്കിലും ഇന്നല്ല നേരത്തെ തന്നെ ഉള്ള ഒരു ദൈവശാസ്ത്രമാണ്. പഴയ നിയമം പിതാവിൻ്റെ കാലമൊന്നും, പുത്രൻ്റെ സമയം പുത്രൻ്റെ കാലമൊന്നും, ഇത് പരിശുദ്ധാത്മാവിൻ്റെ കാലമൊന്നും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഏറ്റവും വ്യക്തതയോടെ ഈ കാലത്ത് കാണാമെങ്കിലും എന്നും ത്രിയേക ദൈവം ഒരുമിച്ചാണ്. നമ്മൾ ത്രിയേക ദൈവത്തെ ഡിഫൈൻ ചെയ്ത് ഇപ്പോൾ ത്രിമൂർത്തികളാക്കി വെച്ചേക്കുക. നോ, ട്രയൂൺ ഗാഡ് ഈസ് ഓൾവേസ് ടുഗെദർ, എക്സിസ്റ്റ് ടുഗെദർ, ആൻഡ് ദെയർ മിനിസ്ട്രി ഈസ് ഡിഫറെൻറ്റ്. ദോ പിതാവല്ല നമുക്ക് വേണ്ടി മരിച്ചത്, പുത്രൻ തമ്പുരാനാണ് മരിച്ചത്. അപ്പോൾ കർത്താവ് ആത്മാവാകുന്നു പറഞ്ഞപ്പോൾ the same God of the Old Testament is the same God in the New Testament. പഴയ നിയമം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ദൈവം തന്നെയാണ് പുതിയ നിയമവും നമുക്ക് നൽകി തന്നത്. ആത്മാവിനടുത്ത് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ we have freedom from the law, we have freedom from condemnation, we have freedom from sin, and we have freedom from curse. പാപത്തിൽ നിന്നും, പാപത്തിന്റെ ഫലമായ ശാപത്തിൽ നിന്നും, പ്രമാണത്തിൽ നിന്നും, പ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്നും, അടിമത്തത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. So the believer is no longer under any bondage. കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ദൈവവൈതലും ഒരു തരത്തിലുമുള്ള ബന്ധനത്തിന് കീഴിലല്ല. അത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത്, സുവിശേഷം കറക്റ്റായിട്ട് മനസ്സിലായാൽ ജീവിതം മുന്നോട്ട് നന്നായി പോകും, അല്ലെ അലഞ്ഞു പോകും. ഓരോ വിഷയം ദൈവസനിൽ ഒരു ദൈവത്തിന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ അവന്റെ കാഴ്ചപ്പാട് സുവിശേഷത്തിലൂടെയാണ്. അവൻ നോക്കുന്നത് ഞാൻ ആരായിരുന്നുവെന്നും ഞാൻ ഇപ്പോൾ ആരായിരിക്കുന്നുവെന്നാ. അവന്റെ സാഹചര്യമല്ല അവൻ നോക്കുന്നത്, അവനെ ആരാക്കി മാറ്റുന്ന നോക്കുന്നത്. അവൻ എവിടെയായിരുന്നു, ദൈവം അവനെ എവിടെ ആക്കി വെച്ചിരിക്കുന്നു, അവന്റെ ക്രിസ്തുവിലുള്ള സ്റ്റാറ്റസ് ആണ് അവൻ നോക്കുന്നത്. പ്രശ്നത്തെ നോക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ പ്രശ്നത്തെ കർത്താവിന്റെ കണ്ണിലൂടെ കാണുവാൻ ഒരു ദൈവത്തിന് കഴിയും. ഫോർ ദാറ്റ് യുവർ ഗോസ്പൽ ഹാസ് ടു ബി റൈറ്റ്. അല്ല തെറ്റിപ്പോവും. So a believer, when he turned from the law to the
ന്യൂ കവനന്റ് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞപ്പോൾ he is no longer under any bondage. He is free now. കർത്താവ് ഉള്ളിടത്ത്, കർത്താവ് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, കർത്താവിലുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയാ. എന്താ ഡ്യൂട്ടി? കർത്താവിലേക്ക് തിരിഞ്ഞ നാം കണ്ണാടിയിൽ കർത്താവിനെ പ്രതിബിംബിക്കുന്നത് പോലെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കണം. ലുക്ക് intentionally and intensely, ദൃഢതയോടും വളരെ, അതായത് യാദൃച്ഛികമായി നോക്കുന്നതല്ല, മനഃപൂർവമായി നോക്കാനാണ് പറഞ്ഞു. ആരെ നോക്കണം? കർത്താവിനെയാണ് നോക്കുന്നത്. ഇൻറ്റൻഷനലിയും ഇൻറ്റൻസ്ലിയും നോക്കണം. രൂക്ഷമായിട്ട് നോക്കത്തില്ലേ? ശ്രദ്ധയോടുകൂടെ നോക്കത്തില്ലേ? അതെന്തിനാ നോക്കുന്നേ? ഒരുത്തനൊരു കുറച്ച് നോട്ട് കെട്ടെടുത്ത് തന്നാൽ നമ്മളെന്ത് ചെയ്യും? അത് അതുപോലെ പിടിച്ച് പോക്കറ്റ് ഇടുമോ? അവിടെ നിൽക്കടാ, ഞാൻ എണ്ണട്ടെന്ന് പറയത്തില്ലേ? പറയൂ. അതെന്താ? ശരിയാണെന്നറിയാൻ പറഞ്ഞാൽ അതിന് മൂല്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. മൂല്യം കൊടുക്കുന്നില്ലേ, അത് നേരെ പിടിച്ച് പോക്കറ്റിലിടും. ആർ വി ഗിവിങ് എനി വാല്യൂ ടു ക്രൈസ്റ്റ്? ക്രിസ്തുവിന് എന്ത് മൂല്യം നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് തെളിയിക്കുന്നത് ഞായറാഴ്ച സഭായോഗത്തിന് വരുമ്പോഴല്ല, ക്രിസ്തുവിനെ ഉറ്റുനോക്കുന്നുണ്ടോ? അതാ നമ്മുടെ ഉത്തരവാദിത്വം. ക്രിസ്തുവിനെ നമുക്കിവിടെ കാണാം. അവിടെയാണ് ഈ കണ്ണാടി വരുന്നത്. The mirror mentioned here is the word of God. യാക്കോബിലെ 2:13 വായിക്കാം. പെട്ടെന്ന് വായിച്ചു. സോറി 1:23. ആ വായിച്ചു. ഓക്കെ, അത്രേ ഉള്ളൂ. രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കണ്ണാടി നോക്കി. മതി ആൻറ്റി, സമയമില്ലാത്തതുകൊണ്ട്. മുഖത്ത് ഇങ്ങനൊരു പാട്, നെറ്റിക്ക്. കണ്ണാടി നോക്കി, ഉടുപ്പിട്ടു, ടൈ കെട്ടി, ജാക്കറ്റ് ഇട്ടു, അതുപോലെ ഇങ്ങനെ ഇറങ്ങി പോരുക. കണ്ണാടി എന്നോട് പറഞ്ഞ, എടാ മുഖത്ത് എന്തോ ഉണ്ട്, ഒരു മാർക്കുണ്ട്. പക്ഷെ ഞാനത് ഗവനിക്കുന്നില്ല. കണ്ണാടിയും കൊണ്ട് എന്തു പ്രയോജനം? കണ്ണാടി നമ്മോട് സംസാരിക്കുന്നുണ്ട് ശബ്ദം കൂടാതെ, നമ്മളത് കേൾക്കുന്നുമുണ്ട്. അരമണിക്കൂറൊക്കെ കണ്ണാടി മുമ്പ് നിൽക്കും അല്ലേ? ടൈമർ വെച്ച് ഇനി നോക്കണം എത്ര മണിക്കൂർ നമ്മൾ നിൽക്കുമെന്ന്. പക്ഷേ ഈ കണ്ണാടിന് മുമ്പേ എത്ര മണിക്കൂർ നമ്മൾ ഇരിക്കും? Because that's our duty. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. Because it is related to our promise. One day we will be transformed to His image. For that there is no കുറുക്കു വഴി. അത് ഗ്രീക്കാണ്. ഒരു കുറുക്കു വഴിയില്ല അതിന്. ഇതിലേക്ക് ഉറ്റു നോക്കിയേ പറ്റൂ. കാരണം നമുക്കിപ്പോൾ മൂടുപടമില്ല. അതാ പറഞ്ഞേക്കുന്നത്, മൂടുപടം നീങ്ങിയ മുഖമാണ് നമ്മുടെ. ഇസ്രായേൽ അല്ല, ജൂ അല്ല നമ്മൾ. മൂടുപടം നീങ്ങിയ മുഖ. ജൂ ആണെങ്കിൽ ഇപ്പോഴും ഉണ്ട്, മൂടുപടമുണ്ട്. നമ്മുടെ മൂടുപടം നീക്കി. ഭാഗ്യവശാൽ മതത്തിന്റെ മൂടുപടം, ശാപത്തിന്റെ മൂടുപടം, പ്രമാണത്തിന്റെ മൂടുപടം, പാപത്തിന്റെ മൂടുപടം ക്രിസ്തുവിലേക്ക് തിരിയുവാൻ കൃപ ലഭിച്ച് നമ്മുടെ മുഖത്തുനിന്ന് നീങ്ങി. Now we have Christ and Christ alone. But our responsibility didn't stop there. We have to intensely and intentionally look to His face, behold His face. എന്തിനാണെന്ന് ചോദിച്ചാൽ അൾട്ടിമേറ്റ് ഗോളിന് വേണ്ടിയാണ്, അവനെ പോലെ ആയി മാറാൻ.
സമയമില്ല. ജെയ്സനാണ് എൻ്റെ മുഖത്ത് നോക്കുന്നില്ല. എബ്രാഹിം 3:1 പറഞ്ഞിരിക്കുന്നത് ആ ആ എഴുതിക്കുന്നേ ഇൻറ്റൻഷനലി, യാദൃശ്ചികമായി പോകുമ്പോൾ ടോമിനെ കണ്ട് കൈ കാണിച്ച് പോകുന്ന പോലല്ല. ശ്രദ്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ടോം ഇന്ന് നന്നായിട്ട് മുടിച്ച് കിട്ടാൻ വന്നേ. ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായി. ഇല്ലാത്തപ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഹായ് ബായ്. അങ്ങനെയല്ല ക്രിസ്ത്യ ജീവിതം. ദർ ഇസ് ഓൺലി വൺ ഉത്തരവാദിത്വം ഫോർ അസ്. പറഞ്ഞേക്കുന്ന ഒറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ, അവനെ നോക്കാനാ പറഞ്ഞേ. അവനെ നോക്കാനാ പറഞ്ഞേ. വിശ്വാസത്തിന് നായകൻ 12:1-2 പൂർത്തി വരുത്തുന്നു. അയ്യോ, നമ്മുടെ യാത്രയ്ക്ക് പൂർത്തി വരുത്തുന്നവൻ അവനാ. പൂർത്തി വരണമെങ്കിൽ അവനെ തന്നെ നോക്കിയാലേ പറ്റൂ. ഫിലിപ്പർ 1:6 അല്ല ഫിലിപ്പർ 1:6 പറഞ്ഞേക്കുന്ന അവനാണ് നമ്മുടെ വിശ്വാസം പൂർത്തീകരിക്കുന്നത്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പം പൂർത്തീകരിക്കണമെങ്കിൽ അവനെ നോക്കിയേ പറ്റൂ. ദാറ്റ്സ് അവർ ഡ്യൂട്ടി. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. സുവിശേഷീകരണം എൻ്റെ പ്രിയമുള്ളവരെ ചെയ്യണം. പക്ഷെ ഇത് നോക്കാതെ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ക്രിസ്തുവിനെ നോക്കാതെ ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്കത് പല വിധത്തിൽ ചെയ്യാം. ആവേശത്തിൽ ചെയ്യാം, മറ്റുള്ളവനെ കാണിക്കാൻ വേണ്ടി ചെയ്യാം, പണം ഉള്ളതുകൊണ്ട് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ ക്രിസ്തുവിനെ നോക്കാതെ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടല്ലേ ഓർഡൈൻ ചെയ്തവരെ അയക്കുക. കമ്മീഷൻ അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, പോകാൻ വരട്ടെ, യെരുശലേമിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യ ജീവിതം നാം തന്നെ അല്ല ചെയ്യുന്നത്. വി ഹാവ് എ ഹെൽപ്പർ. പഴയ നിയമത്തിൽ ഇല്ലാത്തൊരു സഹായി പുതിയ നിയമത്തിൽ നമ്മോട് കൂടെ ഇരിപ്പാൻ, എന്നോട് കൂടെ ഇരിപ്പാൻ. അത് എല്ലാ നിലകളിലും അവൻ സഹായ കേട്ടോ. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവൻ്റെ സഹായ, എന്നോട് സംസാരിക്കുന്ന സഹായ, എന്നെപ്പോലെ തന്നെ ഒരുവനെ എന്നാ പറഞ്ഞത്. കർത്താവ് എപ്രകാരം ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് അവരെ എല്ലാ നിലകളിലും പ്രൊട്ടക്ട് ചെയ്തോ, അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിൻ്റെ സഹായിയായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കുന്നത്. ഇത് ആത്മാവിൻ്റെ പ്രമാണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ആർ വി ലീഡിങ് ദിസ് ലൈഫ്? ആരാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം ചെയ്യുന്നത്? ഈസ് ഇറ്റ് us alone or with the help of the Holy Spirit? ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച പോലെ റോമാലേഖനം ആരാ എഴുതിയത്? പൗലോസാണ്. റോമാലേഖനം ആരാ എഴുതിയത്? ആത്മാവാണ്. ഇതുപോലെ തന്നെയാണ് ക്രിസ്ത്യ ജീവിതവും. നാമും നമ്മുടെ സഹായിയായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും. ഇറ്റ്സ് നോട്ട് അവർ. സത്യം പറഞ്ഞാൽ ആത്മാവ് നിറഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവ് ആത്മാവിൻ്റെ അനുസരണമാണ്. ആത്മാവ് നിറഞ്ഞു എന്നുള്ള തെളിവ് ആത്മാവിൻ്റെ ഫലം നമ്മുടെ വെളിയിലോട്ട് വരുന്നതാണ്. അത് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. ഹെൽപ്പർ. 3 കാര്യങ്ങൾ കർത്താവ് തിരുവായി മൊഴിഞ്ഞ് ആത്മാവ് എന്താ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഞാൻ ഓടിച്ചു വിടുക. സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സാണ് ഈ ആത്മാവ് നമ്മളിലൂടെ ചെയ്യുന്നത്. Sanctification is a process whereby we are being transformed daily to the image of Christ, which is our ultimate goal. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോടെ ദൈനംദിനം നമ്മെ അനുരൂപമാക്കുന്ന പ്രക്രിയയാണ് വിശുദ്ധീകരണം. അത് ആത്മാവാ ചെയ്യുന്നത് നമ്മളിലൂടെ. മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം ആലോചിക്കേണ്ട 3 പ്രധാന വാക്യങ്ങൾ കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ സുവിശേഷം 14:26. അവിടെ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളോട് കൂടെ ഇരിപ്പാൻ നൽകി തരുന്ന ഈ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? The Holy Spirit will teach you all things. Remind the believer the teaching of Christ. Why? Because we are going to be transformed to the image of Christ. അതിനെന്തോ വേണം? ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ നമുക്ക് വേണം. അത് ഓർമ്മിപ്പിക്കുന്ന ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്.
And secondly, he will testify about Jesus. ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഉദ്ദേശം മാത്രമല്ല, ഉദ്യോഗം മാത്രമല്ല തന്നത്, ആ ഉദ്യോഗ നിവൃത്തിക്ക് ഒരു ഹെൽപ്പറിനെയും കർത്താവ് തന്നു. മുന്നോട്ട് പോകുമ്പോൾ 16:13 he will guide you to all truth. നിങ്ങളെ സകല സത്യത്തിലേക്ക് നയിക്കും. അതായത് ദൈവം തന്നെ വെളിപ്പെടുത്തിയ സകല സത്യത്തിൻ്റെ വെളിപ്പെടുത്തലായ യേശു ക്രിസ്തുവിലേക്ക് ആത്മാവ് നമ്മെ നയിക്കും. അവനെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മിൽ വർദ്ധിപ്പിക്കും. So that we will receive the ultimate promise. Amen. ഇനി ഞാൻ ഈ വിഷയം അടുത്ത ആഴ്ചയും തീർന്നില്ലെന്ന് പറഞ്ഞ് കൊണ്ടുവരത്തില്ല കേട്ടോ, വിഷമിക്കണ്ട. മൂന്നാമത്തെ വിഷയം അവർ പ്രോമിസ്, നമുക്കുള്ള വാഗ്ദത്തം. അതെന്താണ്? 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, തേജസ്സിന് മേൽ നാം തേജസ് പ്രാപിച്ച് അവൻ അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുന്നു. The promise is that we will be transformed into the same image. അതിനായി കർത്താവ് എന്താ പറഞ്ഞേ? You look intentionally to the mirror which is the scripture. And what the Holy Spirit will do, അത് നമ്മെ ടെസ്റ്റിഫൈ ചെയ്ത് പറയും, നമുക്ക് റിമൈൻഡ് ചെയ്യും, നമ്മോട് കൂടെ ഇരിക്കും, ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം നമുക്ക് പറഞ്ഞു തരും. And we are still looking into the mirror. ഒരു ഡിസിഷൻ നമ്മൾ എടുത്തേ പറ്റുള്ളൂ. And what should be that decision? That today onwards എൻ്റെ ഉദ്യോഗം ഞാൻ ചെയ്യും. My duty to look intentionally to the mirror which is the scripture. And the promise is, യോഹന്നാൻ സുവിശേഷം ലേഖനം 3:2 നാം എന്തായി തീരും? നമ്മളിപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇതുവരെ പ്രത്യക്ഷമായില്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അതൊരു ഉറപ്പിന്റെ പ്രസ്താവനയാണ്. നാം എന്തായി തീരും? ഇതുവരെ പ്രത്യക്ഷമായില്ല, പക്ഷെ നമുക്കറിയാം പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനായിരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം താൽക്കാലികമല്ല, അത് നിലനിൽക്കുന്ന ലക്ഷ്യമാണ്. നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിൻ്റെതല്ല, അത് സ്വർഗീയമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? God has given his revelation in the scripture. അവന്റെ തിരുവെഴുത്തിന്റെ വെളിപ്പാട് നമുക്ക് നൽകി തന്നു. ആ വെളിപ്പാടിന്റെ പൂർണ്ണതയായി ക്രിസ്തുവിനെ ഉറ്റുനോക്കുവാനാണ് കർത്താവ് നമ്മോട് പറയുന്നത്. The aim before us is not temporal, but that which is eternal. Our aim should not be of this world. ഈ ലോകത്തിൻ്റെതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം, but that which is heavenly. ഈ മഹത്തായ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ തന്നിട്ട് അവിടെ നമ്മോട് പറയുക, എൻ്റെ പുത്രനെ നിങ്ങൾ നോക്കുക. മാത്രമല്ല, ദിനംപ്രതി പുത്രനെ നോക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു രൂപാന്തരം എൻ്റെ ആത്മാവ് നൽകി തരും. ആൻഡ് ഇവൻച്വലി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആ വാക്യം വായിച്ചിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 18-ാമത്തെ വാക്യം, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതെപ്പോഴാണ് നടക്കുന്നത്? കർത്താവിൻ്റെ വരവെങ്കിൽ. അതാണ് നമ്മുടെ പ്രത്യാശ. അന്നാണ് നമ്മുടെ പ്രോമിസ് റിയലൈസ് ചെയ്യുന്നത്. ഹല്ലേലൂയ! പ്രത്യാശയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ! അങ്ങനെയാണെങ്കിൽ ഒരു ഗാനം പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിൻ്റെ കരമന്ന് തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവിനോട് പറയാം, ആമേൻ കർത്താവേ, നീ വേഗം വരണമേ.
ആമേൻ. കർത്താവേ, നിന്റെ രാജ്യം വരണം. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ഈ പാട്ട് പാടി സ്തുതിക്കുമ്പോൾ അതേസമയം തന്നെ സ്തോത്ര വഴിപാടും എടുക്കാം. ഹല്ലേലൂയ. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിൻ്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും മാറിപ്പോയിടും. കർത്താവിൻ്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ആമേൻ. കർത്താവേ, വേഗം വരണേ. ആമേൻ. കർത്താവേ, രാജ്യം വരണേ. ആമേൻ. കർത്താവേ, വേഗം വരണേ. ആമേൻ. കർത്താവേ, രാജ്യം വരണേ. ഓ കൂടാരമാകും ഭൗമഭവന കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്കായി. കൂടാരമാകും ഭൗമഭവന കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്കായി. ആമേൻ. കർത്താവേ, വേഗം വരണേ. ആമേൻ. കർത്താവേ, നിൻ രാജ്യം വരണേ. ആമേൻ. കർത്താവേ, വേഗം വരണേ. ആമേൻ. കർത്താവേ, നിൻ രാജ്യം വരണേ. നാട്ടിൻ കല്യാണം അടുത്തുവല്ലോ, കാത്തിരിക്കും വിശുദ്ധരേ. കർത്താവിന്റെ വീരനാദം കേൾക്കും.